കോൺഗ്രസ് നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ മോശം ഭാഷയിൽ സംസാരിക്കുന്നത് ആരും അതിനോട് യോജിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. ഈ പുരോഹിതരിലും വിവരദോഷികളുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെ ഏത് തരത്തിൽ കാണാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഒരു തിരുത്തലിനുള്ള സാധ്യത കാണുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, സംസ്ഥാന ഭരണത്തലവനാണ്. അപ്പൊ ഒരു ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ എല്ലാവരെയും ഒരുപോലെ കാണുന്നതിന് പകരം വളരെ നിഷ്ഠമായ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ ഒട്ടും ശരിയല്ല. അത് ഇതിനു മുമ്പ് പലവരെ ആവർത്തി ഇതുപോലുള്ള വാക്കുകൾ വിനിയോഗിച്ചിട്ടുണ്ട്. അത് കേരള രാഷ്ട്രീയത്തെ പല സന്ദർഭങ്ങളിലായി വിജയവുമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആ പ്രവർത്തനങ്ങൾ നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ റിപ്പൻഡൻസും ഇല്ല എന്നൊരു തോന്നലാണ് ഈ അവസാനത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഭരണതലപ്പത്തിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കണമെന്നുള്ളത് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിൽ നിന്ന് താഴേക്ക് പോകുന്നു എന്നുള്ളതിൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രതിഷേധമുണ്ട്, എതിർപ്പുണ്ട്. സ്ഥാനത്തിരിക്കുന്ന സഭാ മേലധ്യക്ഷന്മാരെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയോ എന്ന് അവരുടെ കൂടെയുള്ള ആളുകൾ തന്നെ ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പുരോഹിതരിലും വിവരദോഷികളുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന. അതിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നത്. പാർട്ടിയിലും മുന്നണിയിലും എതിരഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പൊതുസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരം പ്രയോഗങ്ങൾ നടത്താൻ പാടില്ല എന്ന പൊതുനിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് എടുക്കുന്ന, എല്ലാ കാലത്തും അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഗീവർഗീസ് മോർ കൂർലോസിനെ എതിരെ അപ്രതീക്ഷിതമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ പരാമർശം ഉണ്ടായത്. LDF തോറ്റപ്പോൾ തിരുത്തേണ്ടതിലേക്കാണ് നേരിടാൻ മുൻ ഭദ്രാസനാധിപൻ വിരൽ ചൂണ്ടിയത്. പക്ഷേ അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഏറെ വിചിത്രമായി മാറിയത്. പ്രദീപ് ജോസഫ് തുടരുന്നുണ്ട്. പ്രദീപ്, സഭകളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇനി സാധ്യതയുണ്ടോ? മറ്റ് സഭകളുടെ ഭാഗത്ത് നിന്ന്, പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്ന്? ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയോ തൽക്കാലം പ്രതികരിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. KCBCയുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത ശേഷിക്കുന്നുണ്ട്. മറ്റു ചില സഭാ വിഭാഗങ്ങളും ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം. പക്ഷേ കരുതലോടുകൂടി മാത്രമേ ഇത്തരമൊരു വിഷയത്തിൽ പ്രതികരിക്കുന്നുള്ളൂ എന്നാണ് അവരും പറയുന്നത്. പലരും വ്യക്തിപരമായ സംഭാഷണത്തിൽ പറയുന്നത് ഇക്കാലം അത്രയും ഡോക്ടർ ഗീവർഗീസ് മോർ കൂർലോസ് ഇടത് സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ പൂർണ്ണമായും അനുകൂലിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇപ്പോൾ എന്ത് പറയാനെന്നുള്ളൊരു അഭിപ്രായമാണ് പല ആളുകളും സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത്. പരസ്യമായൊരു പ്രതികരണത്തിന് തൽക്കാലം ഇല്ല എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. അതേസമയം ശരി, ഒരു നിമിഷം. ഡോക്ടർ പ്രകാശ് പി തോമസ് കൂടി നമുക്ക് പോകുന്നുണ്ട്. പ്രദീപ്, ഡോക്ടർ പ്രകാശ് പി തോമസ് ജനറൽ സെക്രട്ടറിയാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. ഡോക്ടർ പ്രകാശ് പി തോമസ്, ഇന്നലെ താങ്കളുടെ സംഘടനയുടേതായി ഒരു പ്രസ്താവന കണ്ടു. ഇങ്ങനൊരു പ്രസ്താവന അത് തിരുത്തൽ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസ്താവന സർക്കാർ അതിനെ ഗൗരവത്തിലെടുക്കുമെന്നോ മുഖ്യമന്ത്രി തിരുത്തുമെന്നോ നിങ്ങൾ കരുതുന്നുണ്ടോ? പറയേണ്ടത് പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. തിരുത്തിയില്ലെങ്കിൽ അതിന്റെ ഫലം എന്താണെന്നുള്ളത് സർക്കാർ അനുഭവിക്കും. തെറ്റുണ്ടായിട്ട് അത് തിരുത്താൻ പറ്റാത്തവരെ കാലം പൂർത്തെറിയാമെന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്, ചരിത്രമായ സത്യമാണ്. അതുകൊണ്ട് ചക്രവർത്തി നക്സലാണെങ്കിൽ അത് നക്സലാണെന്ന് വിളിച്ചു പറയുക ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തിന്റെ റെസ്പോൺസാണ്, ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ അത്ര മാത്രമാണ് ഇത് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ സർക്കാർ കാണിച്ചതായിട്ടുള്ള നടപടി അത് ക്രൈസ്തവ സമൂഹത്തോട് കാണിച്ച രീതികേട് മാത്രമല്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങളോ സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നാൽ പോലും ഒരു സർജറി നടത്താൻ പറ്റാത്ത ഗതികേട്. പ്രൈവറ്റ് ആശുപത്രികൾ എടുക്കുകയില്ല, സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുവാൻ കഴിയുന്നില്ല. എന്ത് ഗതികേടിലൂടെയാണ് ഈ നാട് പോകുന്നത്? എന്നിട്ടും സർക്കാർ അത് മനസ്സിലാക്കുവാനോ തിരുത്തുവാനോ കഴിയാതെ വന്നപ്പോൾ ഇത്രയും കാലം അവരെ പോസിറ്റീവായി കണ്ടിരുന്ന ഒരു തിരുമേനി ക്രിയാത്മകമായി വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ വിവരദോഷി എന്ന് പറയുന്നു. പണ്ട് നമുക്കറിയാം മറ്റൊരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചതാണ്. ഈ ഒരു സ്വഭാവവുമായിട്ട് എങ്ങനെ ഒരു ഭരണാധികാരിക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും? ഏകാധിപതികളുടെ ഒക്കെ കാലം ഈ രാജ്യത്ത് കഴിഞ്ഞു. ഇപ്പോഴും ഏകാധിപതിയായി പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ജനാധിപത്യ സംസ്കാരം അദ്ദേഹത്തെ സൂചിക്കും. അതിനുള്ളൊരു മുന്നറിയിപ്പാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് കൊടുത്തത്. നന്ദി ഡോക്ടർ പ്രകാശ് പി തോമസ്. കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചത്.